ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ വീട്ടിൽ പടച്ച റബ്ബേ ദൈവം ഞാൻ അങ്ങനെ ഒരിക്കലും പറയാതെ, കാരണം ഈ ഒരു ജന്മം എത്രത്തോളം വിഷമാണ്, എത്രത്തോളം പ്രോബ്ലത്തിലൂടെ കടന്നു പോയതെന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷേ ഇങ്ങനെ പറയുന്ന ആൾക്കാരെ വീട്ടിൽ ഇങ്ങനെ ഒരാൾ ജനിക്കണം, അത് ദൈവം ജനിപ്പിച്ചു കൊടുക്കണം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ KSRTC ബസ്സിൽ സഞ്ചരിക്കുന്ന ചോദിച്ചാൽ പല വിവാദവും കാര്യങ്ങളും കുറേ വിവാദം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഹെൽനോസ് പാട്ട് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെ കാര്യമാണ് പറഞ്ഞത്, അല്ലാതെ നിങ്ങളെപ്പോലെ ട്രാൻസിൻ്റെ കാര്യമല്ല, ഞങ്ങൾ സ്ത്രീകൾ നോക്കിക്കോളാം, അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അത് ജാസിനെ ഒരു കണ്ടന്റ് ആക്കാൻ നോക്കുന്നതാണ്. എന്താണ് പറയുന്നത്? കണ്ടന്റാണ്, തീർച്ചയായിട്ടും കണ്ടന്റാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം പറ്റേ, ഇപ്പോൾ സ്ത്രീകളെ കാര്യം നോക്കണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ട്രാൻസിന് പബ്ലിക്കിൽ എവിടെയും ടോയ്ലറ്റോ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ സ്ത്രീകളുടെ ടോയ്ലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രാൻസ്മെൻസ് ആണെങ്കിലും പുരുഷന്മാരുടെ ടോയ്ലറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല കേരളത്തിൽ. പിന്നെ ഇപ്പോൾ KSRTC ബസ്സിൽ ഞങ്ങൾ കയറിയാൽ എന്താ, ഇപ്പോൾ ഞങ്ങൾ കയറിയാൽ ഞങ്ങൾക്ക് സ്ത്രീകളുടെ പരിഗണന തന്നെയാണ് കിട്ടുന്നത്. ഞങ്ങൾക്ക് ഇതുവരെ ഗവൺമെൻറ് കയ്യിൽ നിന്ന് കിട്ടിയത് ട്രാൻസ് വുമൻ്റെ പരിഗണന മാത്രമല്ല, സ്ത്രീകൾക്ക് കൊടുക്കുന്ന പരിഗണന ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്നവർക്ക് ഈ വെറുതെ കുറയ്ക്കാനേ പറ്റത്തുള്ളൂ. അവർ ഒരു മൂലയ്ക്ക് ഇരുന്ന് കുറച്ചിരിക്കും. അവർക്ക് വേണ്ടത് റീച്ചും കാര്യങ്ങളൊക്കെ അവിടെ ഒരു മൂലയ്ക്ക് ഇരുന്ന് കുറയ്ക്കട്ടെ, അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ഒരു സർജറി ചെയ്തെന്ന് വെച്ചിട്ട് ഒരു സ്ത്രീ ആയെന്ന് മറ്റൊരു വെച്ചാൽ മാത്രം സ്ത്രീ ആവില്ല എന്നുള്ള ഒരു പരാമർശം ഹെൽനോസ് പാട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി എന്താ തോന്നുന്നത്? ഒരു സ്ത്രീ ആവണം, ഒരു ആണുങ്ങൾ ഒരിക്കലും ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഡ്രസ്സ് ഇട്ട് നടക്കത്തില്ല. അവർ ഞാൻ പബ്ലിക്കലി വന്ന് എൻ്റെ സ്വത്വം എന്താണെന്ന് പറഞ്ഞ വ്യക്തിയാണ്. അതുമാത്രമല്ല, ഞാൻ കേന്ദ്ര ഗവൺമെൻറ് ട്രാൻസ് ID കാർഡ് എടുത്ത വ്യക്തിയാണ്. അതുകൂടാണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് സർജറി ചെയ്ത വ്യക്തിയാണ്. പിന്നെ ഞാൻ എന്ത് സർജറി ചെയ്തോ, ഞാൻ ഏത് സർജറി ചെയ്തോ എന്ന് എനിക്ക് പൊക്കി കാണിച്ചു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ കാണിച്ചു കൊടുക്കുന്ന തീരുമാനം എടുക്കേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ സ്ത്രീകൾക്ക് കിട്ടുന്ന പരിഗണന ട്രാൻസ് വുമണിന് കിട്ടിയിട്ടുണ്ട്, ട്രാൻസ് വുമണിന് കിട്ടുന്ന പരിഗണന വാങ്ങിയെടുത്തിട്ടുണ്ട്. അത് ഇനി മരണം വരെ അങ്ങനെ തന്നെയാണ്. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയുള്ള പൊരുതാനും ഞാൻ റെഡിയാണ്. ഈ ഹെൽനോസ് പാട്ടയുടെ വീഡിയോയിൽ ജാസിയുടെ ഫാമിലിയെ സഹിതം പറയുന്നുണ്ട്. കാരണം ജാസി ഇട്ടൊരു വീഡിയോക്കകത്ത് എല്ലാവരുടെയും ഫാമിലി, അച്ഛനും അമ്മ എന്നൊക്കെ ബന്ധപ്പെടുന്നതുകൊണ്ട്, അതുപോലെ ഹെൽനോസ് പാട്ട പറഞ്ഞു അത് ജാസിയുടെ വീട്ടിലെ അച്ഛനും അമ്മേനെയും കൂടി കൂട്ടിയാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞിട്ടൊരു സംഭവം പറയുന്നുണ്ട്. അതും ഈ ബസ്സിനെ കയറുന്നതിനും KSRTC ബസ്സിന് ട്രാൻസ് കയറുന്നതിനെ കുറിച്ചാണ്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? എനിക്കല്ല, എനിക്ക് ഫാമിലിക്ക് ഞാൻ റെസ്പെക്ട് കൊടുക്കുന്ന വ്യക്തിയാണ്. അച്ഛനമ്മമാർക്കും ഞാൻ റെസ്പെക്ട് കൊടുക്കുന്ന വ്യക്തിയാണ്. റെസ്പെക്ട് കൊടുക്കാത്ത ആൾക്കാർ വലുത് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമായിരിക്കും. അതിനെക്കുറിച്ച് എനിക്ക് വലിയ താല്പര്യമില്ല സംസാരിക്കാനായിട്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്ത്രീകൾക്ക് ഒരു പരിഗണന കൊടുക്കുമ്പോൾ അഫ്കോഴ്സ് അത് ഞങ്ങൾ ട്രാൻസ് വുമൻസിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ എന്തായാലും ഞാൻ എന്തായാലും പൊരുതും. ഇപ്പം ഈ കമൻറ്റുകളിലാണെങ്കിൽ പോലും പല രീതിയിലുള്ള നെഗറ്റീവുകളാണ് വരുന്നത്. കുറേ ഹെൽനോസ് പാട്ട പോലത്തെ കുറേ ആൾക്കാർ വളച്ചൊടിക്കുന്നുണ്ട്. ഞാൻ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്തു, ഞാൻ സ്ത്രീകളിൽ കിട്ടാൻ പരിഗണന ഏറ്റുവാങ്ങുന്നുണ്ട്, ഞാൻ ഗർഭാത്രമുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് എൻ്റെ യൂട്യൂബ് ചാനൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ചില കട്ടിങ്സ് മാത്രം എടുത്തിട്ടാണ് ഇവർ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ദയവേത് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഒരിക്കലും സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ല. ഞാൻ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് എൻ്റെ അക്കൗണ്ടിൽ പോയിട്ട് ഞാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് കേൾക്കണം. എനിക്ക് ഗർഭമാത്രം ഉണ്ട് എന്ന് പറഞ്ഞ ആ ഒരു കട്ടിങ്സ് മാത്രം എടുത്തിട്ടാണ് ഇവർ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത്തരം എന്താ പറയുക, ആൾക്കാർ റീച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ മുഖത്ത് കരി തേക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ കാര്യങ്ങളൊന്നും എടുത്ത് വെറുതെ ചുമ്മാ വിശ്വസിക്കില്ല. അത് വിശ്വസിച്ച് കുറേ പെണ്ണുകൾ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ജാസ് ഇതിന് അങ്ങനെ പറഞ്ഞത്, ജാസ് വീട്ടിൽ ഗർഭപാത്രമല്ല, വീട്ടിൽ ചോറ്റും പാത്രമായിരിക്കും ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് തെറ്റിദ്ധാരണയാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ തെറ്റിദ്ധാരണയും മാറും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എടപ്പള്ളി പള്ളിയിൽ പോയിട്ട് ചിക്കൻ കറി കോഴിക്കറി വെക്കുന്നൊരു സമയം, അതിൻ്റെ അകത്ത് പോലും പല നെഗറ്റീവുകളാണ് വരുന്നത്. നിന്നെ പോലുള്ളവർ എന്തിനാണ് അങ്ങനെ ഈ പരിശുദ്ധമായ സ്ഥലത്ത് പോകുന്നത് എന്ന് ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അങ്ങനെ നെഗറ്റീവുകൾ പറയുന്നത്? ഞാൻ എല്ലാ മതത്തെയും വിശ്വസിക്കുന്ന വ്യക്തിയാണ്. എല്ലാ മതത്തിനും ആചാരങ്ങൾ വളരെ റെസ്പെക്റ്റോട് കൂടി ചെയ്യുന്ന വ്യക്തിയാണ്. എനിക്ക് എടപ്പള്ളി പള്ളിയിൽ പോയിട്ട് ചിക്കൻ കറി വെക്കുന്നത് എൻ്റെ ഒരു ഉള്ളിലൊരു ആഗ്രഹം സഫലമാകാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത്. അത് എനിക്ക് വേറെയുള്ള ആൾക്കാരെ, നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്ന ആവശ്യമില്ല. ഞാനും ദൈവം തമ്മിലുള്ള കാര്യമാണ്. അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. അതിന് എത്ര കമൻറ്റ് ഞാൻ അടുത്ത പ്രാവശ്യം പോയിട്ട് ഞാൻ എന്തായാലും ഇടും. ഇനി ആറ്റുകൾ പൊങ്കാല വരുന്നുണ്ട്, ഞാൻ പോയി പൊങ്കാല ഇടും. കൊറ്റംകുളങ്ങരയിൽ വിളക്കെടുക്കാൻ പോയില്ലെങ്കിലും പോയിട്ട് കാണും. ഇപ്പം നിങ്ങൾ ട്രാൻസ് ആയതിനു ശേഷം നിങ്ങളുടെ പൊങ്കല ഇട്ടിട്ട് കഴിഞ്ഞ് ഇതൊക്കെ കണ്ടിട്ട് ചീരിച്ച് ചത്ത് പിന്നെ എവിടെയാണ് പൊങ്കല പോവാ? ഇനി അടുത്തത് ക്രിക്കറ്റ് എങ്ങനെ ഉണ്ട്? കൈ കൊണ്ട്
സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് എല്ലാവരും വീട്ടിലേക്ക് പോകേണ്ടതാണ്. So, അടുത്ത എല്ലാവരും പ്രാവശ്യം adjust ചെയ്ത് നമ്മുടെ program താഴെ ഞാൻ KSRTC ബസ്സിൽ KSRTC കയറണമെങ്കിൽ എൻ്റെ കൈ പിടിച്ച് ജാനു എന്തായാലും ഉണ്ടാവും, ഉറപ്പല്ലേ? No, I cannot travel the bus. അതെന്താ? I'm so sorry. ബസ്സിൽ കയറലാന്നാണോ? ബസ്സിലേക്ക് ആര്? അതെ, സിസ്റ്റേഴ്സ് ആണ് ഞങ്ങൾ. എപ്പോഴും ഉണ്ടല്ലേ കണ്ടുപിടിക്കുന്ന ആളുകൾ. കയറുന്നില്ല പറഞ്ഞു. പിന്നെ നമ്മളുടെ ജാനു റൈറ്റ്സ് അല്ലേ, ഫ്ലൈറ്റിൽ മാത്രം യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. 2006 മുതൽ എന്റെ ലൈഫിൽ എന്റെ അച്ഛൻ റെയിൽവേയിലെ ജോലി, ഞാൻ ട്രെയിനിൽ പോയി കയറിയിട്ടില്ല. ഫസ്റ്റ് ടൈം രഞ്ജിത്ത് ചേച്ചിയുടെ കൂടെ വന്ദേ ഭാരത് പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമായി. വന്ദേ ഭാരത് അത് പിന്നെ ഫ്ലൈറ്റ് പോകാനാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അയ്യോ എന്താ, എനിക്ക് എന്റെ കാര്യം മതി. പക്ഷെ ഞാൻ കയറും കേട്ടോ. ഞാൻ ഇതിലെ ബസ്സിലാണ് യാത്ര ചെയ്ത വ്യക്തിയാണ്. ആൾക്കാർക്ക് പണി കൊടുക്കാൻ വേണ്ടി കയറുന്ന എനിക്കറിയാം. പക്ഷേ ഞാൻ കയറും ചെയ്യും, സ്ത്രീകളുടെ സീറ്റിൽ ഇരിക്കും ചെയ്യും. ഇനി പുരുഷന്മാർ വന്നിട്ട് സ്ത്രീകൾ സീറ്റിൽ ഇരിക്കണമെങ്കിൽ എന്നെ പോലെ ട്രാൻസ് വുമൻ ID കാർഡ് എടുത്തിരിക്കണം, സർജറി ചെയ്തിരിക്കണം. ഇപ്പോൾ VD സതീശൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായി. ഇനിയും ജാസിക്ക് ഒരാഗ്രഹമുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ട്രാൻസ് വുമൻസ് ഫാമിലിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രിയോട് നേരിട്ട് പോയി എന്തായിരിക്കും ആദ്യം ചോദിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും വേണ്ടത്? ഒന്നാമത് ഞങ്ങൾക്ക് ഓൾറെഡി ബസ്സിൽ KSRTC ബസ്സിൽ പെണ്ണുങ്ങൾക്ക് കൊടുത്ത പോലെ ഞങ്ങൾക്കും വേണം ആ ഒരു സംഭവം. രണ്ടാമത് ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് പേര് സർജറി ചെയ്യാൻ ക്യാഷൊന്നും ഇല്ലാണ്ടുള്ള കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് നല്ല ഹോസ്പിറ്റലിൽ സർജറി ചെയ്യാനുള്ള അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ ഈ തൊഴിലില്ലാത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് സ്കൂളിൽ കുറച്ചും കൂടെ അവർക്ക് സീറ്റുകൾ സംവരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. ഇപ്പം ഈ ഹെൽനോസ് പാട്ട പറഞ്ഞത് മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളായിട്ടാണ് വന്നത്, അല്ലാതെ പുരുഷനിൽ നിന്ന് സ്ത്രീകളിലേക്ക് മാറുകയല്ല ചെയ്തത്. ഇങ്ങനെ സ്ത്രീകളിലേക്ക് മാറിയ ഈ ജാസിയെ പോലുള്ളവരെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ആ ബസ്സിൽ കയറാനായിട്ട് ഞങ്ങൾ സ്ത്രീകൾ ഇവിടെ ഉണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരോട് എനിക്ക് ഞാൻ ഈ ഇപ്പം പറഞ്ഞ പേരിൻ്റെ ആൾ മാത്രമേ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ വീട്ടിൽ പടച്ച റബ്ബേ ദൈവം ഞാൻ അങ്ങനെ ഒരിക്കലും പറയാതിരിക്കണം. ഈ ഒരു ജന്മം എത്രത്തോളം വിഷമാണ്, എത്രത്തോളം പ്രോബ്ലത്തിലൂടെ കടന്നു പോയതെന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷേ ഇങ്ങനെ പറയുന്ന ആൾക്കാരെ വീട്ടിൽ ഇങ്ങനെ ഒരാൾ ജനിക്കണം, അത് ദൈവം ജനിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇവരെ വിഷമം എന്താണ്, വേദന എന്താണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, അച്ഛനമ്മ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്, വേദന എന്താണെന്നുള്ളത് അവർക്ക് ദൈവം കാണിച്ചു കൊടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ പരിഹസിക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ അവർക്ക് ഒരു കുട്ടി ഇതേപോലെ ജനിക്കണം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു കുട്ടി ജനിക്കണം. അപ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവർ ചിരിയും കളിയും തമാശ പറച്ചിലും കളിയാക്കലും ഒക്കെ നിന്നോളും. അത്രയേ ഉള്ളൂ.